ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ. ആകയാൽ പാരിടം ആകയിളകിലും നാമിനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിളകിലും നാമിനി ഭയപ്പെടുകയില്ല. പ്രൈസ് ബി ടു ഗോഡ്. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി, നമ്മുടെ സങ്കേതമായി, നമ്മുടെ ബലമായി, നമ്മുടെ രക്ഷാദുർഗമായി നമ്മോട് കൂടെ ഉള്ളതിനാൽ ഈ നാളുകളിൽ എന്ത് തന്നെ ഭവിച്ചാലും ആമേൻ, സ്തോത്രം സ്തോത്രം, കർത്താവ് അറിയാതെ നമുക്കൊന്നും ഭവിക്കുകയില്ല. ആയതിനാൽ ഭയപ്പെടാതെ ഇളകാതെ ദൈവത്തിൽ തന്നെ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ഇന്ന് പകൽക്കാല വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയം ചിന്തയ്ക്കാധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വചനം നമുക്ക് വായിക്കാം. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പു തൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, യിരെമ്യാ പ്രവാചകരോട് കർത്താവ് സംസാരിച്ച് തന്നെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അതായത് നാം ദൈവകൽപ്പനകൾ അനുസരിച്ച് കർത്താവ് പറയുന്നത് പൂർണ്ണമായി നാം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് നിശ്ചയമായി നമ്മെ മാനിക്കും. ആമേൻ, സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു 5 കാര്യങ്ങൾ. സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും 5 കൂട്ടം വ്യക്തികളെ നമുക്കിവിടെ ആമേൻ, സ്തോത്രം, സമൂഹത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഇവർക്ക് നേരെ 1 ഉറപ്പുള്ളൊരു പട്ടണമാക്കുന്നു, 2 ഇരുമ്പു തൂണാക്കുന്നു, 3 താമ്ര മതിലുകളാക്കുന്നു. ഉറപ്പുള്ളൊരു പട്ടണമെന്ന് പറയുമ്പോൾ ആമേൻ, അന്നത്തെ കാലത്ത് ഒരു പട്ടണം ഉറപ്പുള്ളതെന്ന് പറയണമെങ്കിൽ അതിന് വലിയ മതിലുകളുണ്ടായിരിക്കും, വലിയ വാതിലുകളുണ്ടായിരിക്കും, ഒത്തിരി അങ്ങനത്തെ സംവിധാനങ്ങളുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ സങ്കേതമായി ബലമായി, ആമേൻ, സ്തോത്രം സ്തോത്രം, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ, യഹോവ തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നത് വായിക്കുന്നത് പോലെ കർത്താവ് നമ്മെ സംരക്ഷിപ്പാൻ മതിയായ ദൈവമാണ്. ഉറങ്ങാതെ മയങ്ങാതെ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നത് കൊണ്ട് നാം ഒരു ഉറപ്പുള്ള പട്ടണമാണ്. 2 ഇരുമ്പു തൂണ്. നമുക്കറിയാം, സാധാരണ പില്ലേഴ്സ്, അയൺ പില്ലേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്. അത് ഏറ്റവും ബലമേറിയതാണ്. ഇരുമ്പു തൂണെന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും ആർക്കും അതിനെ മാറ്റുവാനോ അതിനെ തകർക്കുവാനോ കഴിയത്തില്ല. അതെപ്പോഴും ഒരു സ്റ്റെബിലിറ്റി അതിനുണ്ടായിരിക്കും. അതായത് നാം എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും പതറാതെ ഇളകാതെ ആമേൻ, സ്തോത്രം, ധൈര്യപ്പെട്ട് ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവ് നമുക്ക് സഹായിക്കുമാറാകട്ടെ. ആയതിനാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഇരുമ്പു തൂണുകളാക്കിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ആർക്കും നമ്മെ ഇളക്കുവാൻ കഴിയത്തില്ല, ആർക്കും നമ്മെ മറിച്ചു കളയുവാൻ കഴിയത്തില്ല. എന്നാൽ നാം കർത്താവിൻ്റെ കരങ്ങളിൽ നാം താണിരിക്കുമ്പോൾ ദൈവം ഈ രീതിയിൽ നമ്മെ മാനിക്കും. 3 താമ്രമതിലുകളുമാക്കി വെച്ചിരിക്കുന്നു. വലിയ മതിലുകളെന്ന് പറയുമ്പോൾ തന്നെ മറ്റു ശത്രു സൈന്യങ്ങൾക്ക് അതിനെ തകർത്ത് അകത്ത് കയറുവാൻ കഴിയത്തില്ല. താമ്ര മതിലെന്ന് പറയുമ്പോൾ അത് സ്തോത്രം, പ്രതിരോധ ശേഷിയെ കുറിക്കുന്നു. സ്തോത്രം സ്തോത്രം. ആർക്കും മറികടക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ആർക്കും ഓവർകം ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ കർത്താവ് ബലവും കൃപയും നൽകി സ്തോത്രം സ്തോത്രം, ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരുമായതിനാൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ ഒന്നുകൂടെ ദൈവകരങ്ങളിൽ നാം താഴ്ത്തി സമർപ്പിച്ച് കർത്താവ് പറയുന്നത് അതുപോലെ നാം ചെയ്യുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും നാം അതുപോലെ തന്നെ ജീവിക്കുമ്പോൾ, കർത്താവിന് വിശ്വസ്തരായി നാം നിൽക്കുമ്പോൾ നിശ്ചയമായി എന്ത് തന്നെ ഭവിച്ചാലും, പർവ്വതങ്ങൾ ഇളകിയാലും, സമുദ്രമധ്യ വീണാലും, അതിൻ്റെ വെള്ളം ഇരച്ചു പൊങ്ങിയാലും, എന്ത് തന്നെ പ്രതികൂലങ്ങൾ വന്നാലും നാം ഭയപ്പെടേണ്ട. കാരണം കർത്താവ് നമ്മെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഈവൻ പുരോഹിതന്മാർക്കും
ദേശത്തിലെ സകല ജനത്തിനും നമ്മെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പുത്തൂണും താമ്ര മതിലുകളുമാക്കിയിരിക്കുന്നു. ആമേൻ. ഈ വചനം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ജയാളികളായി ആമേ സ്തോത്രം സ്തോത്ര കർത്താവിന് വേണ്ടി ധീര പോരാളികളായി മുന്നേറുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനപ്രകാരം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.